السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് സൂറത്തുൽ മസദ് അഥവാ തബ്ബത് യദാ അബീ ലഹബിൻ വതബ് എന്ന് തുടങ്ങുന്ന സൂറത്താണ്. നാം നിസ്കാരത്തിലൊക്കെ സാധാരണ ഓതുന്ന സൂറത്തുകളിൽപ്പെട്ട സൂറത്താണല്ലോ ഇത്. അതിനാൽ തന്നെ തജ്വീദ് അനുസരിച്ച് നമുക്ക് ഈ സൂറത്ത് പഠിക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. പാരായണ പഠനം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ സൂറത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നിവരെ തൊട്ടുള്ളൊരു ഹദീസിൽ കാണാം, മഹാനവറുകൾ പറയുകയാണ്, ഖാല ലമ്മാ നസലത് വഅൻദിർ അശീറതകൽ അഖ്റബീൻ. ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഅൻദിർ അശീറതകൽ അഖ്റബീൻ എന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ, അഥവാ തങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് മുന്നറിയിപ്പ് നൽകൂ എന്ന ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഫ എന്ന മലയുടെ മുകളിൽ കയറി യാ സ്വബാഹ് എന്ന് വിളിച്ചു. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഒരുമിച്ച് കൂടിയവരോട് ചോദിക്കുകയാണ്, ഈ മലയുടെ പിന്നിലൂടെ ഒരു ശത്രു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? അവർ പറയുകയാണ്, ഖാലൂ നഅം, അതേ മുഹമ്മദേ, മാ ജറബ്നാ അലൈക കദിബാ, തങ്ങളുടെ കാര്യത്തിൽ കളവ് ഞങ്ങൾക്ക് പരിചയമേ ഇല്ല, തങ്ങൾ സത്യം മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയുകയാണ്, ഫഇന്നീ നദീറുൽ ലക്കും ബൈന യദൈ അദാബിൻ ഷദീദ്, എങ്കിൽ നിങ്ങൾക്ക് നാളെ വരാനിരിക്കുന്ന ശക്തമായ ശിക്ഷയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകാരനാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കണം, അവൻ്റെ റസൂലായ എന്നിലും വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ശക്തമായ അദാബ്, ശിക്ഷ നിങ്ങൾക്ക് വരുന്നതാണ്. ഇതങ്ങ് പറഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യനായ അബൂലഹബ് മുത്തുനബിയോട് പറയുകയാണ്, ഖാല അബൂലഹബ് തബ്ബൻ ലക്, നിനക്ക് നാശം. മുത്തുനബിയോട് പറയുകയാണ്, നീ നശിച്ചു പോകട്ടെ, ഇതിനു വേണ്ടിയാണോ ഞങ്ങളിവിടെ ഒരുമിച്ച് കൂട്ടിയത്? ആ ധിക്കാരി അബൂലഹബ് പറയുകയും പിന്നീട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്തു. ആ സമയത്ത് ഇറങ്ങുകയാണ് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അവൻ്റെ ഇരു കൈകളും നശിച്ചിരിക്കുന്നു, അഥവാ നശിച്ചു പോകട്ടെ. ഇരു കൈകളെന്ന് പറയാനുള്ള കാരണം അധികവും എല്ലാ വസ്തുക്കളും കൈകളെ കൊണ്ടാണല്ലോ എടുക്കാറുള്ളത്, അതുകൊണ്ടാണ്. അതായത് അവൻ നശിച്ചിരിക്കുന്നു, അവൻ നശിച്ചു പോകട്ടെ. വതബ്, അവൻ നശിച്ചിരിക്കുന്നു. തഹ്ഖീഖിന് വേണ്ടി വീണ്ടും പറയുകയാണ്, മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്, അവൻ സമ്പാദിച്ചതോ മക്കളോ ധനമോ അവൻ ഉപകാരപ്പെട്ടിട്ടില്ല. അള്ളാഹുവിൻ്റെ ശിക്ഷയെ തടയാൻ അവൻ്റെ ധനത്തിനോ മക്കൾക്കോ ഒന്നിനും കഴിയുകയില്ല. മാത്രമല്ല സയസ്ലാ നാറൻ ദാത ലഹബ്, കത്തിയാളുന്ന നരകത്തിൽ പിന്നീട് അവൻ കിടക്കുന്നതുമാണ്, അവനെ പ്രവേശിപ്പിക്കുന്നതുമാണ്. കാരണം അബൂലഹബ് ദുഷ്ടനാണ്. അവൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ ദ്രോഹിച്ചവനാണ്, പരിഹസിച്ചവനാണ്, മുത്തുനബിയെ ഭ്രാന്തനെന്ന് വിളിച്ചവനാണ്. അതുകൊണ്ട് അവൻ നരകത്തിലാണ്. അവൻ മാത്രമല്ല, അവൻ്റെ ഭാര്യയും വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ്,
ആ വിറക് ചുമട്ടുകാരിയായ അവൻ്റെ ഭാര്യ ഉമ്മു ജമീൽ എന്നാണ് പേര്. അള്ളാഹുവിൻ്റെ റസൂൽ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ ഉപദ്രവിച്ചിരുന്നു. നടക്കുന്ന വഴികളിൽ മുള്ളുകൾ വിതറിയിരുന്നു. മുത്തുനബിയെക്കുറിച്ച് ഏഷണിയും പരദൂഷണവും പറഞ്ഞിരുന്നു. അവൻ്റെ ഭാര്യയും നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. തൊട്ടടുത്ത ആയത്തിലും അല്ലാഹു തആല പറയുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപദ്രവിക്കാൻ വിറകും മുള്ളും മറ്റും കയറുകൊണ്ട് കെട്ടി പിരടിയിലേറ്റി വരുന്ന ആ സ്ത്രീ ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്, അതേപോലെ നാളെ തീയാലുള്ള ഒരു കയർ അവളുടെ കഴുത്തിലുണ്ടായിരിക്കുന്നതാണ്. അവളും നരകത്തിൽ തന്നെ. വിശുദ്ധ ഖുർആൻ നസ്സായി പറഞ്ഞ രണ്ട് വ്യക്തികൾ, അബൂലഹബും അവൻ്റെ ഭാര്യയും നരകത്തിലാണ്. എന്താണ് കാരണം? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപദ്രവിച്ചു. അതുതന്നെ. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം സ്വശരീരത്തേക്കാൾ സ്നേഹിക്കണം. സ്വന്തം മക്കൾ, ഭാര്യ, മാതാപിതാക്കൾ എല്ലാവരേക്കാളും മുത്തുനബിയോടുള്ള സ്നേഹമുണ്ടാവണം. ആ വിഭാഗത്തിൽ അല്ലാഹു തആല നമ്മെ പെടുത്തട്ടെ. ഇനി നമുക്ക് ഈ സൂറത്ത് പാരായണം ചെയ്തു പഠിക്കാം. ആദ്യം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ വിവരിക്കും. അവസാനം സംഘമായി ഓതി പരിശീലിക്കുകയും ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. തബ്ബത്, ഈ ഒരു പദത്തിലെ അവസാനത്തെ ഹർഫ് സുക്കൂനുള്ള താ ആണ്. സുക്കൂനുള്ള താ, ഷദ്ദുള്ള താ ഒക്കെ ഉച്ചരിക്കുമ്പോൾ ചിലർ ശക്തമായ കാറ്റോടുകൂടെ മൊഴിയാറുണ്ട്. പ്രത്യേകിച്ച് സുക്കൂനുള്ള താ. തബ്ബത് തബ്ബത് ഇദശംസു കുവ്വിറത്. ഇങ്ങനെ സീന് പോലെ ശക്തമായ കാറ്റ് കൊടുത്തുകൊണ്ട് ചിലർ സുക്കൂനുള്ള താഇനെ ഉച്ചരിക്കുന്നു. അത് പിഴവാണ്. അങ്ങനെ ശക്തമായ കാറ്റുണ്ടാവാൻ ഒരിക്കലും പാടില്ല. തബ്ബത് തബ്ബത് ഇത്രയേ വേണ്ടതുള്ളൂ. യദാ അബീ ലഹബിൻ വതബ്. യദാ, ഇവിടെ നന്നായി മദ്ദു ചെയ്യണം. അബീ ലഹബിൻ വ, ഇവിടെ മണിക്കുകയും ചെയ്യണം. വതബ്, അവസാനത്തെ ബായിൽ ഖൽഖല അഥവാ ചലനശബ്ദം എന്ന ആ ഒരു സ്വഭാവ വിശേഷണം കൊടുക്കുകയും ചെയ്യണം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അടുത്ത ആയത്ത്. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. മാ അഗ്ന, ഇവിടെയും നന്നായി മദ്ദ് ചെയ്യണം. അഗ്ന എന്ന പദത്തിലെ ഗൈനിൽ ഖൽഖല കൊടുക്കാൻ പാടില്ല. അഗ്ന അഗ്ന ഇങ്ങനെയല്ല ഓതേണ്ടത്. അഗ്ന അഗ്ന ഇങ്ങനെയാണ് ഓതേണ്ടത്. അൻഹു മാലുഹു. അൻഹു ഹ ആണ്. മാലുഹു അവിടെയും ഹ ആണ്. അവ്യക്തമായി പോകാൻ പാടില്ല, വ്യക്തമാക്കണം. അൻഹു മാലുഹു ഇങ്ങനെ തന്നെ ഓതണം. വമാ കസബ്. വമാ കസബ്, അവസാനത്തെ ബായിൽ ഖൽഖല കൊടുത്തുകൊണ്ട് കസബ് ഇങ്ങനെ ഓതണം. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. അടുത്ത ആയത്ത്. സയസ്ലാ നാറൻ ദാത ലഹബ്. സയസ്ലാ, ഈ ഒരു പദം പലരും ഓതാറുള്ളത് സയസ്ല എന്നാണ്, സീനായിട്ട്. എന്താണ് കാരണം? ആദ്യത്തെ ഹർഫ് സീനാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിച്ചാൽ നല്ല രൂപത്തിൽ തന്നെ ഉച്ചരിക്കാൻ കഴിയും. സയസ്ല സയസ്ല.
ലാ ഇങ്ങനെയാണ് ഓതേണ്ടത്. നാറൻസ അവിടെ മണിക്കണം, കാരണം തൻവീന് ശേഷം ദാലാണ് ഇഖ്ഫ അഥവാ മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. സയസ്ലാ നാറൻ ദാത ലഹബ് ദാലാണ്, ദാലായി പോകാൻ പാടില്ല. ലഹബ് എന്ന പദത്തിലെ അവസാനത്തെ ബായിൽ ഖൽഖല എന്ന് പറയുന്ന സിഫത്ത് കൊടുക്കുകയും ചെയ്യണം. അടുത്തായത് വംറഅതുഹു ഹമ്മാലതൽ ഹതബ് വംറഅതുഹു അത്തുഹു ഹ വ്യക്തമാക്കണം. അത്തുഹു എന്ന് ഹായിനെ കൂടുതൽ കട്ടി കൊടുക്കേണ്ടതില്ല, ആവശ്യമായ രൂപത്തിൽ മാത്രമേ വേണ്ടതുള്ളൂ. വംറഅതുഹു ഹമ്മ എന്നല്ല ഹ. നമ്മൾ ശ്രദ്ധിക്കാതെ ഒരു ഒഴുക്കിനങ്ങ് ഓതുമ്പോൾ ഇങ്ങനെയുള്ള ഹ ഒക്കെ ഹ ആയിട്ടാണ് ഉണ്ടാവുക. ചില സന്ദർഭങ്ങളിൽ ഹ ആയും മാറിപ്പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. വംറഅതുഹു ഹമ്മ മീമിന് ഷദ്ദുള്ളതിനാൽ നന്നായി മണിക്കുകയും ചെയ്യണം. ലതൽ ഹതബ് അവിടെയും ഹ ആണ്, അവസാനത്തെ ബായിലെ ഖൽഖല ഹതബ് ഇങ്ങനെ തന്നെ ഉച്ചരിക്കുകയും ചെയ്യണം. വംറഅതുഹു ഹമ്മാലതൽ ഹതബ് അവസാനത്തെ ആയത്ത് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ് ഫീ ജീദിഹാ ഹ വ്യക്തമാക്കണം. ഹബ്ലും മിൻ ഹ വ്യക്തമാക്കണം. ഹബ്ലും മി അവിടെ മണിക്കണം. മിൻ മസദ് അവസാനത്തെ ദാലിൽ ഖൽഖല എന്ന് പറയുന്ന സിഫത്ത് കൊടുക്കുകയും ചെയ്യണം. ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. ഇൻഷാ അല്ലാഹ് ഇനി ഈ സൂറത്ത് നമുക്ക് സംഘമായി ഓതാം. ആവർത്തിച്ചോതുമ്പോൾ കൂടെ നിങ്ങളും ഓതുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب. ما أغنى عنه ماله وما كسب. سيصلى نارا ذات لهب. سيصلى نارا ذات لهب. وامرأته حمالة الحطب. وامرأته حمالة الحطب. في جيدها حبل من مسد. في جيدها حبل من مسد. ഈ സൂറത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല രൂപത്തിൽ തെറ്റുകൂടാതെ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കലാമായ ഖുർആൻ ഷരീഫ് ഓതാനും പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും നമുക്കെല്ലാവർക്കും അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.